ഇതുവരെ കണ്ട ട്രെൻഡിൽ നിന്ന് വളരെ ഒരു വ്യത്യസ്തമായൊരു ടൈപ്പായിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അത്രയും ഡെപ്തിൽ വായിച്ചാലേ ശരിക്കും ബയോളജി നമുക്ക് ഫുൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫിസിക്സിലായിരിക്കും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവുക. ചെറിയ മാർക്കിന് തന്നെ നമുക്ക് സീറ്റ് കിട്ടാവുന്ന രീതിയിലായിരിക്കും ഇപ്രാവശ്യം കട്ട് ഓഫ് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ എക്സാമിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഹെൽപ്പ് ചെയ്തത് റേസിൻ്റെ തന്നെ സപ്പോർട്ടും ടീച്ചേഴ്സും അതേപോലെ തന്നെ ഇവരെ ടീച്ചേഴ്സിൻ്റെ എഫേർട്ടും എക്സാമും ഒക്കെയാണ്. ഹായ്, അപ്പോൾ നീറ്റ് 2025 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എക്സാം നമ്മൾ ഇതുവരെ കണ്ട ട്രെൻഡിൽ നിന്ന് വളരെ ഒരു വ്യത്യസ്തമായൊരു ടൈപ്പായിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ കണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബയോളജിയിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ അളവ് കൂടി ഇങ്ങനെ ഓർഡർ ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ ഫോൾസ് എന്നുള്ളത് അതുണ്ടായിരുന്നു. പക്ഷെ അതിന് പുറമെ ഇങ്ങനെ ഓർഡർ ആക്കാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ട്രിക്കി ആയിരുന്നു, കുറച്ചുകൂടി ട്രിക്കും ലെങ്തി ആയിട്ടും ഫീൽ ചെയ്തു. അപ്പോൾ എനിക്കൊക്കെ ഒരു 1 hour ഒക്കെ എടുത്തു ബയോളജി കംപ്ലീറ്റ് ചെയ്യാൻ, ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ ബോട്ടണി സുവോളജി മിക്സ്ഡ് ആയിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബയോളജിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല കുറച്ച് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഇൻട്രൊഡക്ഷനിലുള്ള കുറേ ഫോട്ടോസ് ഓഫ് സയൻറ്റിസ്റ്റുമാരെ പേരുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇൻട്രൊഡക്ഷനിൽ 2 ക്വസ്റ്റ്യനാണ് വന്നത് നീറ്റിന്. അത്രയും ഡെപ്തിൽ വായിച്ചാലേ ശരിക്കും ബയോളജി നമുക്ക് ഫുൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി റിലേറ്റീവ്ലി ഈ 3 സബ്ജക്റ്റും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയാം, പക്ഷെ എന്നാലും ലെവൽ കൂടുതലായിരുന്നു. കെമിസ്ട്രി ഇത് 3 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡൂവബിൾ ആയിരുന്നു. എന്നാലും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. NCERT ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. കുറച്ച് എന്താ പറയുക, NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് NCERTയിൽ ഇല്ലാത്ത ഒരു 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യാൻ, മൾട്ടി ആൻസർ സെലക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫിസിക്സ് ആയിരുന്നല്ലേ കുറച്ച് ടഫായിട്ടുണ്ടായിരുന്നത്? അതെ, ഫിസിക്സ് ഇപ്രാവശ്യം നല്ല എന്താ പറയുക, ഇതുവരെ ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അതിലും എത്രയോ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇവിടെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, നമ്മൾ ക്ലാസ്സിലും ഇതൊക്കെ കണ്ടതാണ്. പക്ഷേ ആ എക്സാമുകളുടെ പ്രഷറിൽ അത് മാത്രമല്ല, ഇപ്പോൾ ടൈമും കുറച്ച് കൊണ്ട് ടൈമിൽ നമുക്കത് ചെയ്ത് തീർക്കാനുള്ള അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഫിസിക്സ്. അപ്പോൾ ഫിസിക്സിലായിരിക്കും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത മാക്സിമം നമ്മൾ കൂളായിട്ട് ഇത് ടഫാണല്ലോ എന്ന് ആലോചിക്കാതെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മിസ്റ്റേക്സ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മാർക്കിൽ തന്നെ ഇപ്പോൾ കട്ട് ഓഫ് കുറയാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. കാരണം ഒരു ചെറിയ മാർക്കിൽ തന്നെ ഒരു പഴയൊരു കോളേജ് എത്താൻ ആ ഒരു ട്രെൻഡിലേക്ക് പോവുകയാണ്. പഴയ 2016 കൂടുതലാണെന്നാണ് ഇവിടെ ടീച്ചേഴ്സ്, നമ്മൾ റേസിലേക്ക് വന്നപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞത് 2016 ആ ലെവലിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പഴയ മോഡലിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം NCERTന്ന് ഔട്ടായിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ്, പക്ഷെ മറ്റേതൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചാലും ഫിസിക്സ് ഒക്കെ ലെങ്തി ആയിട്ട് നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിലും എക്സാമിൻ്റെ ടൈമിൽ നോക്കുമ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നുമില്ല. ഈ എക്സാമിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഹെൽപ്പ് ചെയ്തത് റേസിൻ്റെ തന്നെ സപ്പോർട്ടും ടീച്ചേഴ്സും അതേപോലെ തന്നെ ഇവരെ ടീച്ചേഴ്സിൻ്റെ എഫേർട്ടും എക്സാമും ഒക്കെയാണ്. പിന്നെ അപ്പോൾ എക്സാമിനെ കുറിച്ച് റേസിൻ്റെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റേസിൻ്റെ എക്സാംസ് ഒക്കെ നമ്മൾ ഇതിനെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ തന്നെ കിട്ടുന്നത് ഈ റേസിൻ്റെ എക്സാം നമ്മൾ എഴുതി പരിചയപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇതിലൊക്കെ കെമിസ്ട്രിയും ഫിസിക്സിലൊക്കെ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എന്താ പറയുക, നമുക്ക് ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസൊക്കെ എത്രയും ടൈം നമുക്കറിയാം, അത് ഫുൾ ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. നമ്മൾ റാൻഡം ആയിട്ട് ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനും ആ ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യാനൊക്കെ കുറേ ആയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന ടൈം റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന എക്സാമൊക്കെ നമുക്ക് 40 minutes കൊണ്ട് ഫിസിക്സ് തീർക്കാം. അപ്പോൾ എക്സാം റേസിൽ അങ്ങനെ 40 minutes കൊണ്ട് തീർക്കുമ്പോൾ സാധാരണ നോട്ട് മോഡലായിരിക്കും. പക്ഷേ ഈ ടൈമിലും ടഫായിട്ടും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ആ ഫിസിക്സിൽ മിസ്സായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അല്ലേ?
പിന്നെ ഇവിടുത്തെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെ ഹെൽപ്പ്? ഇവിടുത്തെ ഡൗട്ട് ക്ലിയറൻസും നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ടീച്ചേഴ്സൊക്കെ അപ്പോഴേ റെഡിയാണ്. നമ്മൾ എന്ത് കാര്യത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നല്ല അടിപൊളി ടീച്ചേഴ്സാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതും നമുക്കൊരു പെർഫോം ചെയ്യാൻ പറ്റിയതിലൊരു നല്ലൊരു ഫാക്ടർ തന്നെയാണത്. ഇപ്പോൾ എക്സാം എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ ഒരു കുറച്ച് അല്പം ലെവൽ കൂടിയ സ്ഥിതിക്ക് കട്ട് ഓഫ് എന്തായാലും കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കട്ട് ഓഫ് ഈ ഒരു ചെറിയ മാർക്കിന് തന്നെ നമുക്ക് സീറ്റ് കിട്ടാവുന്ന രീതിയിലായിരിക്കും ഇപ്രാവശ്യം കട്ട് ഓഫ് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഇനി ഈ എക്സാം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഒന്നും കളയണ്ട. നമ്മൾ കുറച്ച് കാലം റിസൾട്ട് വരുന്നവരെ കൂളാവുക, എല്ലാ ഫാമിലീനായിട്ട് മീറ്റ് ചെയ്യുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, അപ്പോൾ ആ കഷ്ടപ്പാടിനുള്ളത് എന്തായാലും നമുക്ക് കിട്ടും. അത് ഒരാൾക്ക് നമുക്ക് മാത്രമല്ല ടഫ്, അത് എല്ലാവർക്കും ടഫ് തന്നെയാണ്. അപ്പോൾ ഒന്നും പഠിക്കാനില്ല, നമ്മൾ പഠിച്ചത് നമ്മൾ പെർഫോം ചെയ്തതിനനുസരിച്ചുള്ളത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ചില്ലാവുക. നീറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ അപ്പം നമ്മൾ നോക്കിയാൽ മതി ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കാം, കൂളായിരിക്കും.